Hi friends, welcome to M Coding. So ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജാങ്കോൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഈ വീഡിയോയിൽ എങ്ങനെ നമുക്ക് ജാങ്കോ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം അതാണ് ഈ വീഡിയോയിൽ ഞാൻ ഇനി പറയാൻ പോകുന്നത്. സോ ജാങ്കോ നമുക്ക് ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം IDE നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. അതായത് നമ്മൾ ജാങ്കോ കോഡ് ചെയ്യണം. കോഡ് ചെയ്യുന്നതിന് ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം. സോ ഏറ്റവും നല്ല സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. ഓക്കെ, സോ വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ് മെയിൻലി നമുക്ക് ഈ വെബ് ഫ്രെയിം വർക്ക്സ് കൂടുതലും യൂസ് ചെയ്യുന്ന ഒരു ഐഡിയ ആണ്. ഏറ്റവും നമുക്ക് യൂസ്ഫുൾ ആണ്. പിന്നെ അത് മാത്രമല്ല ഭയങ്കര വലിയ പോർട്ടബിൾ സൈസാണ്, ഭയങ്കര പോർട്ടബിൾ സൈസാണ്. മറ്റേ വിഷ്വൽ സ്റ്റുഡിയോ പോലെയല്ല, വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ് കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈചാർം ഓപ്റ്റ് ചെയ്യാം. പൈചാർമാണ് നമ്മൾ പൈത്തണിൻ്റെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന IDE. പക്ഷേ പൈചാർം കൂടുതലും ഈ എന്താ പറയുക, ഈ ഡേറ്റ സയൻസിനും അതുപോലെ തന്നെ AI വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു IDE ആണ്. പക്ഷേ നമ്മൾ വെബ് ഫ്രെയിം വർക്ക്സ് ആയതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു IDE ആണ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. സോ അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം. സോ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ആദ്യം ഓപ്പൺ ചെയ്ത് വരുന്നത്. സോ അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റൻഷൻസിൽ പോകണം. ഈ ഒരു സാധനമുണ്ട്, ഒരു സ്ക്വയർ പോലത്തെ ടൈപ്പ്. അതിൽ എക്സ്റ്റൻഷൻസിൽ കയറി നിങ്ങൾ ഈ പൈത്തൺ സെർച്ച് ചെയ്യുക. ഓക്കെ, സോ ഈ പൈത്തൺ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പൈത്തൺ. സോ ഇതാണെങ്കിൽ ഇൻ്റലിജൻസ് ആണ്. അതായത് നമ്മൾ കോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് കാണിക്കും, എന്താണ് നമുക്ക് തരുന്നത്, നമ്മൾ ടൈപ്പിന് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തരും. സോ അതാണ് നമ്മൾ ഈ പൈത്തൺ ഇൻ്റലിജൻസിൻ്റെ എക്സ്റ്റൻഷൻ. സോ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ജാങ്കോ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ ജാങ്കോ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് പറയേണ്ടത്, നമ്മൾ ഏതൊരു പൈത്തൺ പ്രോജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വെർച്വൽ ENV ആക്ടിവേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് അതിനകത്ത് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ. കാരണം വെർച്വൽ ENVക്കകത്താണ് നമ്മൾ ഓരോ ഡിപ്പെൻഡൻസി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട്. വെർച്വൽ ENVയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. സോ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. അതിൽ നിങ്ങൾ പോയി നോക്കുക, ചെക്ക് ചെയ്യുക. എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിനകത്തോട്ട് വരാം. സോ വെർച്വൽ ENV നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ജാങ്കോ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. സോ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് വെർച്വൽ ENV ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഓപ്ഷൻ പറഞ്ഞായിരുന്നു. അതായത് കമാൻഡ് പ്രോംപ്റ്റ് വഴി CMD വഴി നമുക്ക് ഒരു activate.bat എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ വെർച്വൽ ENV ആക്ടിവേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അതല്ലാതെ സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ തന്നെ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് വെർച്വൽ ENV ക്രിയേറ്റ് ചെയ്യാം, ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, കുറേ ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ അതിന് നമുക്ക് ഞാൻ അതിനകത്ത് ഓൾറെഡി ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ മൈ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡറാണ് ഇത്, വെർച്വൽ ENV ആണ്. സോ ഇതിന് നമ്മൾ activate.bat ഈ സാധനം ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കമാൻഡ് പ്രോംപ്റ്റ് വഴിയാണ്. അല്ലാതെ നമുക്ക് ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ തന്നെ നമുക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് Ctrl+Shift+P ക്ലിക്ക് ചെയ്യുക. Ctrl+Shift+P ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിൽ നമ്മൾ പൈത്തൺ സെലക്ട് ഇൻ്റർപ്രറ്റർ എന്ന് പറഞ്ഞൊരു സാധനം കാണിക്കും. ഓക്കെ, പൈത്തൺ സെലക്ട് ഇൻ്റർപ്രറ്റർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കുറേ ലിസ്റ്റ് ചെയ്ത് കാണിക്കുക. അതായത് നമ്മുടെ പൈത്തണിൽ ഏതൊക്കെ വെർഷൻ ഉണ്ടെന്ന് നമ്മൾ ഇതിനകത്ത് ഓൾറെഡി ഇതിനകത്ത് കാണിക്കും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കാണാം മൈ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ബ്രാക്കറ്റിനകത്ത് ഒരു ഫോൾഡർ, ഒരു നെയിം കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വെർച്വൽ ENV ആണ്. ഓക്കെ, വെർച്വൽ ENV ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഞാൻ ഇത് ഓൾറെഡി ഇതിനകത്ത് ഓപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ ഇത് ഈ ലിസ്റ്റ് ചെയ്ത് കാണിച്ചില്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റർ ഇൻ്റർപ്രറ്റർ പാത്ത്. ഓക്കെ, എൻ്റർ ഇൻ്റർപ്രറ്റർ പാത്ത് എന്ന് പറയുമ്പോൾ ബ്രൗസ് യുവർ ഫയൽ സിസ്റ്റം ടു ഫൈൻഡ് എ പൈത്തൺ ഇൻ്റർ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ വെർച്വൽ ENV ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അത് ക്ലിക്ക് ചെയ്യുക. ഇതാണ് എൻ്റെ വെർച്വൽ ENV. അപ്പോൾ ഇത് ഞാൻ എടുക്കുക പോവാണ്. സ്ക്രിപ്റ്റ്സിനകത്ത് python.exe എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. ഓക്കെ, സോ python.exe എന്ന് പറഞ്ഞ ഫയൽ. അപ്പോൾ അതിനകത്ത് ഞാൻ സെലക്ട് ഇൻ്റർപ്രറ്റർ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് Ctrl+Shift+P ഒന്നും കൂടെ എടുക്കുകയാണെങ്കിൽ ഞാൻ പൈത്തൺ സെലക്ട് ഇൻ്റർപ്രറ്റർ നോക്കുകയാണെങ്കിൽ ഞാൻ ഇതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ,
ഇനി ഇത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ വേറൊന്നും വേണ്ട. ഞാനൊരു പ്രോജക്റ്റിൻ്റെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പ്രോജക്റ്റിൻ്റെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാനൊരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും, ഒരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, test.py ഫയൽ നെയിം എസ് കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുക, കാരണം ഞാൻ പ്രോജക്റ്റ് ഫോൾഡറാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇവിടെ ആക്കിയിട്ട് ഓപ്പൺ വിത്ത് കോഡ് എന്ന് പറഞ്ഞു, ഓപ്പൺ വിത്ത് കോഡ് അടിക്കുമ്പോൾ നമുക്കിത് വരും. ഓക്കെ, സോ test.py എന്ന് ഞാൻ വെറുതെ ഒരു പ്രിൻ്റ് ഹലോ വേൾഡ്. ഓക്കെ, ഹലോ വേൾഡ്. പൈത്തണിൽ സാധാരണ നമ്മൾ പൈത്തൺ ട്യൂട്ടോറിയലിൽ നമ്മൾ പൈത്തൺ ആദ്യം പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം ചെയ്യുന്നൊരു എക്സസൈസാണ് പ്രിൻ്റ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പം ഞാൻ ഇത് കൊടുത്തിരിക്കാം. അപ്പം ഞാൻ ഈ test.py ഓക്കെ, ഈ പൈത്തൺ ഫയലിനെ ഞാൻ ഓട്ടിക്കാൻ പോകാം. സോ ഓട്ടിക്കുന്നതിന് നമ്മളിവിടെ ഒരു റൺ പൈത്തൺ ഫയൽ എന്ന് പറഞ്ഞൊരു പ്ലേ ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്യാം. സോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ മൈ ടെസ്റ്റ് ഇവിടെ ഓൾറെഡി എൻ്റെ ഇവിടെ വെർച്വൽ ENV ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സെക്ഷൻ നമ്മൾ പൈത്തൺ സെലക്ട് ഇൻ്റർപ്രെറ്റർ, ഈ ഇൻ്റർപ്രെറ്റർ സെലക്ട് ചെയ്യുക. ഈ സെലക്ട് ചെയ്ത ഇൻ്റർപ്രെറ്റർ ആയിരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു പൈത്തൺ ഫയൽ ഓട്ടിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇതിനെ ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ ഇത് ഓട്ടോമാറ്റിക്കലി ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്, activate.bat. ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്തപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നു. ഓക്കെ, സോ എൻ്റെ വെർച്വൽ ENV ഇങ്ങനെയാണ്. വെർച്വൽ ENV ഇത് സെക്കൻഡ് ഓപ്ഷനാണ്, ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനകത്ത് ഇടാം. ഓക്കെ, സോ ഇനി അടുത്ത എന്താണെന്ന് പറഞ്ഞാൽ ഈ മൈ ടെസ്റ്റ് ഓൾറെഡി വെർച്വൽ ENV ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് എന്തൊക്കെ ഡിപ്പെൻഡൻസീസ് ഉണ്ടോയെന്ന് നോക്കാം. ഓക്കെ, അത് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പിപ്പ് ഫ്രീസ് അടിക്കും. സോ പിപ്പ് ഫ്രീസിനകത്ത് ജാങ്കോ ഓൾറെഡി ഉണ്ട്. ഓക്കെ, ജാങ്കോ 4.0.6 ആണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വെർഷൻ എന്ന് പറഞ്ഞാൽ 4.1 ആണ്. സോ എൻ്റെ ഇരിക്കുന്നത് 4.0.6 ആണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ പുതിയതായിട്ട് ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തായാലും ജാങ്കോ 4. ലേറ്റസ്റ്റ് വെർഷൻ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇത് ഞാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് പുതിയൊരു ജാങ്കോ സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യണം. അതിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ജാങ്കോ നമ്മൾ ജാങ്കോ -admin എന്ന് പറഞ്ഞൊരു കമാൻഡ് അടിക്കാൻ പോകും. ജാങ്കോ -admin ആണ് മെയിനായിട്ട് നമ്മൾ എന്താ പറയുക ജാങ്കോയിനകത്തുള്ള മെയിനായിട്ട് കോമ്പോണൻസ്, സബ് കമാൻഡ്സ്, അതിൻ്റെ അകത്തുള്ള കമാൻഡ്സ് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സോ ഇതിനകത്ത് ഒരുപാട് കമാൻഡ്സ് ഉണ്ട് ജാങ്കോയ്ക്ക് വേണ്ടി. ചെക്ക്, കമ്പൈൽ മെസ്സേജസ്, ക്രിയേറ്റ് ക്യാച്ചബിൾ, DB ഷെല്ല്, ലോഡ് ഡേറ്റ, മൈഗ്രേറ്റ്, അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. സോ ഇതിനകത്ത് നമുക്ക് പുതിയൊരു ജാങ്കോ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ സ്റ്റാർട്ട് പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. ഓക്കെ, സോ സ്റ്റാർട്ട് പ്രോജക്റ്റ്. ഓക്കെ, ജാങ്കോ -admin. സോ ഇതാണ് ജാങ്കോ -admin ആണ് മെയിനായിട്ട് നമ്മൾ CMDയുടെ കമാൻഡ്. ജാങ്കോൻ്റെ കമാൻഡ് നമുക്ക് പുതിയൊരു പ്രോജക്റ്റ് ആണല്ലോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് പ്രോജക്റ്റ് സ്പേസ് ഫസ്റ്റ് പ്രോജക്റ്റ് തന്നെ കൊടുക്കാം, first_project. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പേര് കൊടുക്കാം. ഓക്കെ, സോ 3 കമാൻഡ് ഉണ്ട്. ജാങ്കോ -admin എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ജാങ്കോൻ്റെ കമാൻഡ്. പിന്നെ അതിൻ്റെ സബ് കമാൻഡാണ് സ്റ്റാർട്ട് പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രോജക്റ്റ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ആ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ പേര്, ആ പേരാണ് തേർഡ് എന്ന first_project എന്ന് പറയുന്നത്. സോ ഞാനിത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാം. അപ്പോൾ എൻ്റർ അടിക്കുമ്പോൾ കണ്ടോ, ഇവിടെ കണ്ടോ എൻ്റെ പ്രോജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട് ജാങ്കോൻ്റെ. സോ ഇതാണ് ഇപ്പോൾ test.py തൽക്കാലം നമുക്ക് കളയാം. ഓക്കെ, കളയുമ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ട് ഫസ്റ്റ് പ്രോജക്റ്റിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്, ജാങ്കോ പ്രോജക്റ്റിൻ്റെ സ്ട്രക്ചർ. സോ ഇതിൻ്റെ ഓരോ ഫയല് എന്താണെന്ന് ഞാൻ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. സോ ഈ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ ജാങ്കോ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സോ ജാങ്കോയിനകത്ത് ഇനി നമുക്കിത് ഓട്ടിക്കണം. ഓക്കെ, സോ ഇത് റൺ ചെയ്യണം. റൺ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് റൺ സെർവർ എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. ഓക്കെ, സോ അതിനായിട്ട് നമ്മൾ ജാങ്കോ -admin
manage.py ആണ്. manage.py കാരണം നമുക്ക് റൺ ചെയ്യേണ്ടത് ഈ ഒരു ഫയലാണ്. ഓക്കെ, സോ ഈ ഒരു ഫയലാണ് നമുക്ക് റൺ ചെയ്യേണ്ടത്. കാരണം ഇതാണ് മെയിൻ ഫയൽ. ഓക്കെ, മെയിൻ ഫങ്ഷൻ കണ്ടോ, ഇതാണ് മെയിൻ ഫയൽ. സോ ഈ ഫയലാണ് നമ്മൾ ഓട്ടിക്കേണ്ടത്. ഓക്കെ, manage.py റൺ സെർവർ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ no Django settings specified, unknown command manage.py. ഓക്കെ, ഇത് പ്രോജക്റ്റിനകത്താണ്, പ്രോജക്റ്റിൻ്റെ അകത്താണ് ഫസ്റ്റ് പ്രോജക്റ്റ് ഫോൾഡർ. ശരിക്കും ഫസ്റ്റ് പ്രോജക്റ്റ് ആണ് എടുക്കേണ്ടത്. CD _project. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ജാങ്കോ ഞാൻ മെയിൻ ഫോൾഡറിലിട്ടാണ് ഓട്ടിച്ചത്, റൺ ചെയ്തത്. പക്ഷേ അത് കിട്ടത്തില്ല. നമ്മൾ ഫസ്റ്റ് പ്രോജക്റ്റിൻ്റെ ഫോൾഡറിനകത്താണ് manage.py എന്ന് പറയുന്നത്. സോ ഈ ഒരു കമാൻഡ് കൊടുക്കുക, Django-admin. ജാങ്കോൻ്റെ മെയിൻ കമാൻഡ് manage.py. manage.py ആണ് നമ്മുടെ മെയിൻ ഫയൽ. തേർഡ് കമാൻഡ് എന്ന് പറഞ്ഞാൽ റൺ സെർവർ. നമ്മൾ സെർവർ ഓട്ടിക്കുക. ഓക്കെ, Django-admin പകരം പൈത്തൺ കൊടുത്താൽ എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, സോ ആക്ച്വലി കമാൻഡ് കൊടുക്കേണ്ടത് പൈത്തൺ manage.py റൺ സെർവർ എന്ന് പറഞ്ഞാണ് കമാൻഡ് കൊടുക്കേണ്ടത്. Django-admin അല്ല. അങ്ങനെ ഓട്ടിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാം യു ഹാവ് 18 അൺഅപ്ലൈഡ് മൈഗ്രേഷൻ നമ്മൾ പിന്നീടാണ് നോക്കുന്നത്. ജസ്റ്റ് നമുക്ക് ഇതിനകത്ത് നോക്കാം Django വേർഷൻ 4 യൂസിങ് സെറ്റിങ്സ്. പിന്നെ നമുക്ക് സെർവറിൻ്റെ IP ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്, നമ്മുടെ സൈറ്റ്. സോ ഈ സൈറ്റിനകത്ത് കയറിയാൽ നമുക്ക് ലിങ്ക് കയറാം. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്താൽ ഇതാ വന്നു. സോ ഇതാണ് നമ്മുടെ ജാങ്കോൻ്റെ പുതിയ പേജ്. സോ പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ജാങ്കോൻ്റെ ഫസ്റ്റ് പേജാണ് ഇത് വരുന്നത്. സോ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനകത്ത് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിനകത്ത് ഇടാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.